എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്രക്ക് സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഇത് പൊടിച്ച പഞ്ചസാരയിലാണ് ഡിപ്പ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുക്കുക. പിന്നെ 1/4 കപ്പ് പാൽപ്പൊടി എടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര 1/4 കപ്പിൽ നിറച്ചു കൊടുക്കണം. കുറേ അധികം അതിലെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പിൻ്റെ മേലോളം ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ, ഇതിപ്പോൾ 1 ടീസ്പൂൺ ഉണ്ടാവും, ഇതേപോലെ 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തത്. പാല് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. കുഴക്കൽ എന്ന് വെച്ചാൽ നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് കൈകൊണ്ട് നല്ലോണം കുഴച്ചിട്ടെടുക്കണം. പാല് ആദ്യം തന്നെ കുറേ ഒഴിക്കാണ്ട് കുറച്ചായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇത് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് നേരം നല്ല സ്മൂത്താക്കി എടുക്കണം. പിന്നെ കുഴച്ചിട്ട് അധികം നേരം വെക്കുകയൊന്നും വേണ്ട, ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. കാരണം നമ്മൾ ഡോണറ്റിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂർ അത് അടച്ച് വെക്കും. അതുകൊണ്ട് ഇപ്പം ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാം ഒരു 20 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബട്ടർ പേപ്പർ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഓരോ ഡോണട്ടും വെക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ ഈ കട്ട് ചെയ്ത് വെച്ച ബട്ടർ പേപ്പറിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ ഇപ്പോൾ ഒരു 15-20 മിനിറ്റായി. ഇനി നമ്മൾ കുഴച്ച് വെച്ചത് എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇത് ഒന്നുകൂടി നല്ലോണം ഒന്ന് കുഴക്കുക. എന്നിട്ടാകുമ്പോൾ പരത്തിയാൽ മതി. പരത്തുമ്പോൾ വെച്ചാൽ ഒരുപാട് നേരിയതാക്കാൻ പാടില്ല, ഒരുപാട് വണ്ണത്തിലും വേണ്ട. ഒരു ബട്ടൂരയിലും കട്ട് ചെയ്യുന്നില്ലേ, അതിനേക്കാളും കുറച്ചും കൂടി വണ്ണത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഡോണറ്റിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ മൂടിയും പിന്നെ ഒരു ചെറിയ മൂടിയുമാണ് എടുത്തത്. ഇതുപോലെ കുറച്ചൊരു വണ്ണത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഓരോ ബട്ടർ പേപ്പറിലും ഇത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ മുഴുവനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിതൊരു 13 ഡോണട്ട് കിട്ടിയിട്ടുണ്ട്. ഇതായി ഒരു വണ്ണത്തിൽ വേണം കട്ട് ചെയ്യാൻ. ആദ്യം കട്ട് ചെയ്തത് ഞാൻ മാറ്റിയിട്ട് അത് കുറച്ച് നേരിയതായിപ്പോയി. ഈ ഒരു വണ്ണത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി ഇത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട്
അടച്ച് വെക്കാം. ബട്ടർ പേപ്പറോ നേരിയ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ അടച്ച് വെക്കാം. 1 മണിക്കൂർ ഇതിങ്ങനെ അടച്ച് വെക്കണം. അപ്പോൾ അതാ ഇപ്പം 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ലോണം പൊങ്ങി വന്നിട്ട് കാണുന്നില്ലേ? ഇതാ ഇനി ഇത് ഓരോന്നെടുത്തിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം ഓയിൽ അധികം ചൂടായാൽ പിന്നെ തീ നല്ലോണം കുറച്ച് കൊടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ പാടില്ല. തീ നല്ലോണം കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ കാണുന്നില്ലേ നമ്മളെ ഡോണട്ട് നല്ലോണം പൊങ്ങി വന്നിട്ട് ആ ബട്ടർ പേപ്പറോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പേപ്പർ ഇങ്ങോട്ട് എടുത്താൽ മതി. അതിൽ ആദ്യം ഇട്ട പൊടി ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചെറിയ തീയിൽ 2 സൈഡും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ ഡോണട്ട് റെഡിയായി. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇതിലൊരു 4-5 എണ്ണത്തിൽ പൊടിച്ച പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നു. പിന്നെ ബാക്കി മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ടാകുമ്പോൾ അവർക്ക് ഇഷ്ടമില്ല പോലെ ചെയ്യും. ഒന്നിക്കൽ ചോക്ലേറ്റോ ന്യൂട്ടല്ല അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കും. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഈ പൊടിച്ച പഞ്ചസാരയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ്.